വളരെ ഫേമസ് ആയിട്ടൊരു ഇന്ത്യൻ സ്വീറ്റാണ് ഗുലാബ് ജാമുൻ. നമുക്കിന്ന് ഗുലാബ് ജാമുൻ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ക്രസ്റ്റ് ആൻഡ് ക്രംപിൻ്റെ ഗുലാബ് ജാമുൻ മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മളെ മാവ് നല്ല മിക്സ് ആയതിനു ശേഷം കയ്യിലേക്ക് എണ്ണയോ നെയ്യോ തടവിയിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല കുഞ്ഞു ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇവിടെ എനിക്ക് 17 കുഞ്ഞു ബോൾസ് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിൽ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഷുഗർ സിറപ്പ് നല്ല കട്ടിയായി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒറ്റനൂൽ പരുവായി കഴിഞ്ഞാൽ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് ആ സിറപ്പ് നല്ലൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് നല്ല കടായോ ചീനച്ചട്ടിയോ എടുക്കാം. അതിലേക്ക് എണ്ണയോ ഓയിലോ ഒഴിക്കാം. എണ്ണ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ ഇട്ടതിന് ശേഷം തീ കുറച്ച് സിമ്മിലേക്ക് ആക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ്റെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, ഉള്ളിൽ വേവുമില്ല. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതെടുത്ത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ മെല്ലെ ഷുഗർ സിറപ്പ് ആ ഗുലാബ് ജാമുൻ്റെ ബോൾസിലോട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് അതിൻ്റെ മുകളിലോട്ടും ഒക്കെ ആക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലേ അതിൻ്റെ മധുരം ഗുലാബ് ജാമുനിലേക്ക് കയറുള്ളൂ. പിന്നെ അതിന് ശേഷം ഇത്തിരി നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മെല്ലെ ആ ഗുലാബ് ജാമുൻ്റെ മേലേക്ക് ആ ഷുഗർ സിറപ്പ് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ടാണ് നമ്മളെ ഗുലാബ് ജാമുൻ വലിയ ബോൾസ് ആവുന്നത്. മിനിമം 1 മണിക്കൂറെങ്കിലും ആ ഷുഗർ സിറപ്പിൽ ആ ഗുലാബ് ജാമുൻ കിടക്കണം. എന്നാലേ അതിൻ്റെ മധുരം കറക്റ്റായിട്ട് ആ ഗുലാബ് ജാമുനിലേക്ക് കയറി വരുള്ളൂ, ഗുലാബ് ജാമുൻ്റെ ബോൾസ് വീർത്തും വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.